ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യാമെന്ന് കാണിച്ചിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ട് വെച്ചിട്ട് ഫ്രണ്ട് പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് പാർട്ടിനേക്കാളും 1 ഇഞ്ചും കൂടി എക്സ്ട്രാ വിഡ്ത്ത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തുണി കുറച്ചും കൂടി ഇതുപോലെ നീക്കിയിട്ട ശേഷം നമ്മൾ ബാക്ക് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് പീസിന് വേണ്ടി ഇതുപോലെ താഴെ 1 ഇഞ്ച് ആഡ് ചെയ്യണം. പിന്നെ കൈക്കുഴി വരുന്ന ആ ഒരു പോർഷനില്ലേ, അവിടെയും 1 ഇഞ്ച് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു പീസ് മാറ്റാം. ഷോൾഡറിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ബെൽറ്റിന് വേണ്ടി ഈ ഒരു പോർഷനിൽ 4 ഇഞ്ചും ഇപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തില്ലേ, അവിടെ 3.5 ഇഞ്ചും ഈ ഓപ്പൺ സൈഡിൽ 4 ഇഞ്ചും മാർക്ക് ചെയ്യുക. ശേഷം കാണുന്ന ഈ രീതിയിൽ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ, 3 പോയിൻറ്റ്സും കൂടി. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ബെൽറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നെക്കിൻ്റെ ഇറക്കം ഫ്രണ്ട് നെക്കാണിത്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ആ സെയിം ഇറക്കം കൊടുക്കരുത്, കുറച്ചും കൂടി കുറച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടി. പിന്നെ നെക്കിൻ്റെ അകലമെല്ലാം സെയിം തന്നെയാണ്. ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ചുകൂടി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡാട്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഈ ഷോൾഡറിൻ്റെ ഹാഫിൽ നിന്നും ഞാനിവിടെ 10 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. ഇനി ഇതാണ് മെയിൻ ഡാട്ട് കേട്ടോ. 2 സൈഡിലേക്കും 1.5 ഇഞ്ചാണ് കേട്ടോ ഡാട്ടിൻ്റെ അകലം കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി മാർക്ക് ചെയ്ത ശേഷം കാണുന്ന രീതിയിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടി ഡാട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എടുക്കുന്നെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഈ ഒരു പോർഷനിൽ മിഡിൽ ഭാഗത്ത് എടുത്ത ശേഷം കാണുന്ന പോലെ ഒരു 2.5 ഇഞ്ചോളം മാർക്ക് ചെയ്ത ശേഷം 1/2 ഇഞ്ചിലാണ് കേട്ടോ ഡാട്ടിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ഇനി ഇതുപോലെ ആം ഹോളിൻ്റെ ഭാഗത്തും നമുക്ക് ഡാട്ട് വേണം. അതും 1/2 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ താഴത്തെ ഭാഗം ബെൽറ്റിനായി മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ബെൽറ്റിന് വേണ്ടി 3 പീസ് വേണം. നമ്മുടെ തുണിയിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് പീസോ മറ്റോ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഫ്രണ്ടിലാണ് കേട്ടോ ഓപ്പൺ വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഹുക്ക് വെക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തും കൂടി കൊടുക്കുന്നുണ്ടേ. ബ്ലൗസിന് ലൈനിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ലൈനിങ്ങും കൂടി ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇനി നമ്മൾ ഡാട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് മെയിൻ ഡാട്ടാണ് എടുത്തു കൊടുത്തത്. ഇനി ആം ഹോളിൻ്റെ ഭാഗത്തും കൂടി ഡാട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഡാട്ടും കൂടി കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് പീസ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബെൽറ്റ് ജോയിൻ ചെയ്യാം. അപ്പോൾ ബെൽറ്റിന് വേണ്ടി ഞാൻ 2 ലൈനിങ് പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 3 പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഇതിൽ കാണിക്കാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബെൽറ്റ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹുക്ക് വെക്കാനും ഹുക്ക് വള്ളി വെക്കാനുമുള്ള 2 പീസ് വേണം. അപ്പോൾ അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പോർഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്